1962 സ്ഥാപിച്ച മെഡിക്കൽ കോളേജാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ആർ ശങ്കറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആർപ്പൂക്കര, അതിരമ്പുഴ പഞ്ചായത്തുകളും കോട്ടയം മുനിസിപ്പാലിറ്റിയും പങ്കിടുന്ന 265 ഏക്കർ ഭൂമിയിലാണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം എന്നിവയുൾപ്പെടെ 5 ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് സേവനം നൽകുന്ന ഒരു ടേഴ്ഷറി കെയർ ആശുപത്രിയായി പ്രവർത്തിക്കുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ശബരിമല ക്ഷേത്രം സന്ദർശിക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കുള്ള റഫറൽ ആശുപത്രി കൂടിയാണിത്. ഓർത്തോപീഡിക്സ് വിഭാഗം തുടങ്ങിയത് 1964ലാണ്. അതായത് ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി 2 വർഷം കഴിഞ്ഞാണ് ഈ ഓർത്തോപീഡിക്സ് വിഭാഗം തുടങ്ങിയത്. പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടം പൂർണ്ണമായും അടച്ചിട്ടതായിരുന്നു. ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആണ്. അതായത് ഈ കെട്ടിടത്തിന്റെ ഈ ഭാഗം, തകർന്നു വീണ ഭാഗം ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആളുകൾ എങ്ങനെ അവിടേക്ക് വന്നു, ഈ കുട്ടി ഉൾപ്പെടെ എങ്ങനെ ആ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ട കാര്യം. പരിക്ക് ഗുരുതരമല്ല, 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് പരിക്ക് എന്നുള്ളതാണ് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറയുന്ന കാര്യം. ആ പരിക്ക് ഗുരുതരമാണ്. സാഹസികമായി അവിടെയുള്ള ആളുകൾ തന്നെ രക്ഷിക്കുകയായിരുന്നു ആ കുട്ടിയെ എന്നുകൂടി നമുക്ക് ദൃക്സാക്ഷികളുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓർത്തോപീഡിക്സ് സർജറി വിഭാഗമായിരുന്നു ഈ കെട്ടിടത്തിൽ, ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൽ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. അതിപ്പോൾ മാറ്റി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് എങ്ങനെ ആളുകൾക്ക് കയറാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. ഇതിന്റെ ഈ കാലപ്പഴക്കമൊന്നും പരിശോധിച്ചിരുന്നില്ലേ, ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 1962 സ്ഥാപിതമായ കോട്ടയം മെഡിക്കൽ കോളേജിൽ 64ലാണ് ഈ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രവർത്തിച്ച് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് മധ്യകേരളത്തിന്റെ ഹൃദയമാണ്. ഹൃദയമിടിപ്പായി നമ്മളെപ്പോഴും കണക്കാക്കുന്ന ആരോഗ്യ സേവന കേന്ദ്രമാണ്. ആര്യ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തെ മാത്രമല്ല, സമീപത്തെ ജില്ലകളിൽ നിന്നെല്ലാം റഫറൽ ആശുപത്രിയായി രോഗികൾ എത്തുന്ന, ആയിരക്കണക്കിന് രോഗികൾ ഓരോ ദിവസവും എത്തുന്ന വലിയ മെഡിക്കൽ കോളേജാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഒപ്പം, ആലപ്പുഴ മെഡിക്കൽ കോളേജിനൊപ്പം, കോഴിക്കോട് മെഡിക്കൽ കോളേജിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന വലിയ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അപകടമുണ്ടായത്. 3 നില കെട്ടിടമാണ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത്. ഭാഗ്യം കൊണ്ട് കൂടുതൽ പേർക്ക് പരിക്കില്ല എന്നത് വ്യക്തമാകുന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക് പറ്റി. അവരെ വേഗത്തിൽ തന്നെ, അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെയുള്ളവർ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഗൗരവമുള്ള പരിക്കല്ല. ഇനി ആരെങ്കിലും അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നതിൽ പരിശോധന നടക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ പരിശോധന നടക്കുന്നു. കെട്ടിടം